അടുത്തൊരു എക്സാമ്പിൾ, ഇഫ് ജി ഈസ് 3 സ്പേസ് R3 ആൻഡ് എച്ച് ഈസ് എ പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ. നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് R3 ആണ്, എച്ച് എന്ന് പറയുന്നത് പ്ലെയിൻ ത്രൂ ദി ഒറിജിൻ ആണ്. ദെൻ ദി കൊസറ്റ് എ ബി സി പ്ലസ് എച്ച്. അപ്പം നമുക്കറിയാം R3യുടെ ഒരു സബ് ഗ്രൂപ്പാണ് നമ്മുടെ എച്ച്. അതായത് ഏതൊരു പ്ലെയിൻ ത്രൂ ദ ഒറിജിനും ലൈൻ ത്രൂ ദി ഒറിജിനും എല്ലാം ഇതിൻ്റെ സബ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, അപ്പം എച്ച് എന്ന് പറയുന്ന ഒരു പ്ലെയിൻ ത്രൂ ദ ഒറിജിൻ ആണെങ്കിൽ ത്രൂ ദ ഒറിജിൻ വേണം, കാരണം ഐഡൻറ്റിറ്റി എലമെൻ്റ് ഏതാണ്? ഈ ഒറിജിനാണ്. പ്ലെയിനിലെ ഏത് 2 പോയിൻ്റ് എടുത്ത് ആഡ് ചെയ്താലും പ്ലെയിനിലെ പോയിൻ്റ് തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. ഇനി കൊസറ്റ് ഒരു പോയിൻ്റ് ഏതെങ്കിലും ജിയിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എ ബി സി പ്ലസ് എച്ച്, അഡീഷൻ ഈസ് ഡൺ കമ്പോണൻറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിലെ ഓരോ പോയിൻറ്റും എടുക്കുക, അതെല്ലാം ട്രിപ്ലെറ്റ്സ് ആയിരിക്കും, എ ബി സി ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ കമ്പൗണ്ട് വൈസ് ആണ് അഡീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈസ് ദ പ്ലെയിൻ പാസിങ് ത്രൂ ദ പോയിൻറ്റ് എ ബി സി ആൻഡ് പാരലൽ ടു എച്ച്. അപ്പോൾ ഈ എ ബി സി പ്ലസ് എച്ച് എന്ന് പറയുന്ന പോയിൻ്റ് ആ കൊസറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലെയിനാണ്. അതിൻ്റെ പ്രത്യേകത അത് പാസിങ് ത്രൂ ദ പോയിൻറ്റ് എ ബി സി ആയിരിക്കും, അതേപോലെ തന്നെ പാരലൽ ടു എച്ച് ആയിരിക്കും. ഓക്കെ, thus the cosets of H constitute a partition of 3 space into planes parallel to H. Cosets of H, എച്ചിൻ്റെ കൊസറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ബി സി എന്ന് പറഞ്ഞാൽ ജിയിലെ ഏത് പോയിൻറ്റും ആകാമല്ലോ. അപ്പോൾ ജിയിലെ ഓരോ ഏതൊരു പോയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓരോരോ ഈ പ്ലെയിനുകൾ, ഇങ്ങനത്തെ പ്ലെയിനുകൾ കിട്ടും, എല്ലാം പാരലലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ R3ന് ഫുള്ള് ഇങ്ങനെയുള്ള പ്ലെയിനുകളായിട്ട് നമുക്ക് തിരിച്ച് അതായത് ഫുൾ R3 കിട്ടും. നമുക്ക് ഈ പ്ലെയിനുകളെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഈ R3 കിട്ടുന്ന രീതിയിലാക്കാൻ നമുക്ക് പറ്റും. Okay, thus the cosets of H constitute a partition of 3 space into planes parallel to H. If G is equal to GL2R, GL2R general linear group ആണ്, 2x2 മെട്രിക്സിൻ്റെ റിയൽ എൻട്രീസ് ആണുള്ളത്. H is equal to special linear group ആണത്, SL2R of 2x2 matrices with real entries. Then for any matrix A in G, the coset AH is the set of all 2x2 matrices with the same determinant as H. AH എച്ച് എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് നമ്മുടെ 2x2 മെട്രിക്സിൻ്റെ എങ്ങനത്തെയാണെന്ന് പറഞ്ഞല്ലോ, ജനറലായിട്ടുള്ള 2x2 മെട്രിക്സ് ആണ്, റിയൽ എൻട്രീസ് ആണ് വരുന്നത്. അതിൻ്റെ സബ് ഗ്രൂപ്പാണ് ഈ എന്തുവാണ് ഈ ഡിറ്റർമിനൻ്റ് 1 വരുന്ന മെട്രിക്സസ് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണ്. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കൊസറ്റ് എ എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുക്കുന്നു? നമ്മൾ ജിന്ന് എടുക്കുന്നു. എച്ച് എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സസ് ആണ് കിട്ടുക നമുക്ക്, വിത്ത് ദി സെയിം ഡിറ്റർമിനൻറ്റ് ആസ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എയുടെ ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എച്ച് എന്ന് പറഞ്ഞാൽ ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് എച്ച് ആണ്. അപ്പോൾ അതിൽ ഡിറ്റ് എച്ച് 1 ആണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ ഡിറ്റ് ഇൻറ്റു ഡിറ്റ് എച്ച്, അതാണ് ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടി. ഡിറ്റ് എ എന്ന് പറയുന്നത് ഇൻറ്റു ഡിറ്റ് എച്ച് 1 ആണല്ലോ, അപ്പോൾ ഡിറ്റ് എ എച്ച് എന്ന് പറഞ്ഞാൽ ഡിറ്റ് എ തന്നെയാണ് കിട്ടുക. അപ്പോൾ എ എച്ചിൻ്റെ ഡിറ്റർമിനൻറ്റും എയുടെ ഡിറ്റർമിനൻറ്റും സെയിം ആണ്. ഈസ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സസ് വിത്ത് ദ സെയിം ഡിറ്റർമിനൻറ്റ് ആസ് എ. ദസ് 2, 0, 0, 1 into H is the set of all 2x2 matrices of determinant 2 ആണ്. നേരത്തെ നമ്മൾ എയുടെ സ്ഥാനത്ത് 2, 0, 0, 1, അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 ആണല്ലോ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡിറ്റർമിനൻറ്റ് 2 തന്നെയാണ്. ആൻഡ് 1, 2, 2, 1 into H is the set of all 2x2 matrices of determinant -3. ഓക്കെ, അപ്പോൾ ഇത് 2 എക്സാമ്പിളാണ്. അത് ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന അതേപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുകയാണ്. 1 എന്ന് എഴുതിയാൽ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്ന അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എക്സാമ്പിളാണ് രണ്ടാമത് പറഞ്ഞത്. രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതിപ്പോയി. ടെക്സ്റ്റിൽ അങ്ങനെയാണ് ഒരുമിച്ചായിരുന്നു കിടന്നിരുന്നത്. അപ്പം അത് രണ്ടും രണ്ടായിട്ട് എഴുതിക്കോ കേട്ടോ. ആദ്യത്തെ എക്സാമ്പിളിനകത്തിൽ നമ്പർ 1 നമ്മുടെ 3 സ്പേസിൽ, അത് രണ്ടാമത്തത് ഈ മെട്രിക്സിൻ്റെത് നമ്പർ 2 എന്നും പറഞ്ഞ് എഴുതിക്കോണേ. Example 4, to find the coset of H equal to 115 in G is equal to U
G is equal to U of 32 equal to 1, 3, 5, 7. അപ്പോൾ U of 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U of 32-നകത്തിൽ വരുന്നത് 32-നേക്കാളും താഴെയുള്ളതും 32-വുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളതുമായ നമ്പേഴ്സാണ്. 1, 3, 5, 7, 9, 11, 30 അങ്ങനെ പോയി 31 വരെ വരും. Coset of H in G ആണ്. ചൂസ് എനി എലമെൻറ്റ് നോട്ട് ഇൻ H, സേ 3 as a coset representative. ഇപ്പം നോട്ട് ഇൻ എച്ചിലില്ലാത്ത ഒരു എലമെൻ്റാണ് നമ്മളെപ്പോഴും കൊസറ്റിന് വേണ്ടി ചൂസ് ചെയ്യുക. കാരണം എച്ചിലുള്ള ഒരു എലമെൻ്റ് എടുത്തിട്ട് അതിനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എച്ച് തന്നെയാവും കിട്ടുക. അപ്പോൾ എച്ചിലില്ലാത്ത ഒരു എലമെൻറ്റ് ജിന്ന് എടുക്കുക. 3 എടുത്തു, കൊസറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിനെ എടുക്കുന്നു. ദിസ് ഗീവ്സ് ദ കൊസറ്റ് 3H. 3H ഈസ് ഈക്വൽ ടു നമുക്ക് 3, 45 ആണ്. 45-നെ നമ്മൾ 32 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിമൈൻഡറാണ് 13. നെക്സ്റ്റ് ചൂസ് ആൻ എലമെൻറ്റ് ഫ്രം ജി നോട്ട് അപ്പിയറിങ് ഇൻ ദി 2 പ്രീവിയസ്ലി ചൂസൺ കൊസറ്റ്സ്, സേ 5. ജിയിൽ നിന്ന് നേരത്തെ എടുക്കാത്ത ഏതെങ്കിലും ഒരു എലമെൻറ്റ് എടുക്കുക. 5 എടുക്കുക. ദിസ് ഗീവ്സ് അസ് ദി കൊസറ്റ് 5 ഇൻറ്റു എച്ച് ഈക്വൽ ടു 5,11. We continue this process until we have taken all the elements from U of 32. ഇങ്ങനെ നമുക്ക് U of 32-നകത്ത് എല്ലാ എലമെൻറ്റ്സ് എടുക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇത് കണ്ടെത്തുക. എച്ചിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, U of 32-ലെ എലമെൻ്റാക്കി മാറ്റണം നമ്മൾ. 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ നോക്കുക. 32-ൽ കൂടുതലാണെങ്കിൽ അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടും. We continue this process until we have taken all the elements from U of 32. We then have the complete list of all distinct cosets of H. അപ്പോൾ എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും എല്ലാ ഫുൾ ലിസ്റ്റ് കിട്ടും നമുക്ക്. ലെഗ്രാഞ്ചസ് തിയറം ആൻഡ് കൺസിക്വൻസസ് ആണ് നെക്സ്റ്റ് സെക്ഷൻ. അപ്പോൾ നമ്മുടെ ലെഗ്രാഞ്ചസ് തിയറം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ഈ സെക്ഷനിലെ. നിങ്ങൾ ഈ ടെക്സ്റ്റിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറമാണ് ലെഗ്രാഞ്ചസ് തിയറം. അപ്പോൾ ഇനി മാത്സിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ലെഗ്രാഞ്ചസ് തിയറം വീണ്ടും പലയിടങ്ങളിൽ നിങ്ങൾ കാണും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. ലെഗ്രാഞ്ചസ് തിയറം ആൻഡ് കൺസിക്വൻസസ്. തിയറം 1, ലെഗ്രാഞ്ചസ് തിയറം. ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്നാണ് ഈ നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറം അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് ഒരു ചെറിയ ലൈനിൽ കൊടുത്തിരിക്കും. അതിൻ്റെ താഴെയായിരിക്കും എപ്പോഴും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുക. അത് വളരെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല ടെക്സ്റ്റുകളിലും നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പഠിച്ച് പോകും. എന്താണ് ശരിക്കും മീനിങ് എന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകും. ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഈ ടെക്സ്റ്റിൽ കറക്റ്റ് ആ മീനിങ് ഒരൊറ്റ ലൈനിലായിരിക്കും അത് സൈഡിൽ കൊടുത്തേക്കുക. അപ്പം എപ്പോഴും ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഗ്രൂപ്പ്